കർഷക പ്രതിഷേധത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 14-ന് ചണ്ഡീഗഡിലാണ് ചർച്ച നടക്കുക. കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ വൈദ്യസഹായം സ്വീകരിക്കാൻ സമ്മതിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, സമരം അതിശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ പിന്നോട്ടില്ല എന്ന് കർഷകർ ആവർത്തിച്ച് നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യവുമാണ്. ഈ ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ബൽറാം? റിജിത്ത്, ഈ ചർച്ചയിൽ എന്തായാലും കർഷകർ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ, കൃഷി മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രിയരഞ്ജന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം നേരിട്ട് സമരപന്തലിൽ എത്തിയാണ് കർഷകരെ ചർച്ചയ്ക്കായി ക്ഷണിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി കർഷകർ പ്രതിഷേധം നടത്തി വരികയാണ്. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടെ തടഞ്ഞതിനെ തുടർന്ന് ഹരിയാന, പഞ്ചാബ് അതിർത്തികളിലായാണ് ഈ പ്രതിഷേധം നടന്നു വരുന്നത്. അതിനിടെയാണ് കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. അത് കർഷകർക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അനിശ്ചിതകാല നിരാഹാര സമരം. ഇത് അവസാനിപ്പിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് വൈദ്യസഹായം ഉൾപ്പെടെ നിരാകരിച്ചുകൊണ്ട് പ്രതിഷേധം തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഇടഞ്ഞു നിന്നിരുന്ന മറ്റ് സംഘടനകൾ, SKMന്റെ തന്നെ ഭിന്നിച്ചുപോയ രണ്ട് കക്ഷികൾ ഉൾപ്പെടെ ഒന്നിച്ചുള്ള ഒരു സമരത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഫെബ്രുവരി 14-ന് വൈകിട്ട് 5 മണിക്ക് ചണ്ഡീഗഡിലെ സെക്ടർ 26-ലെ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടത്തുക. ചർച്ചകളിൽ എന്തായാലും കേന്ദ്ര സർക്കാർ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തന്റെ നിരാഹാര സമരം തുടരുമെന്നാണ് ദല്ലേവാൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ ക്ഷണിച്ചതിന്റെ ഭാഗമായി വൈദ്യസഹായം സ്വീകരിക്കാൻ അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം വൈദ്യസഹായം അദ്ദേഹത്തിന് ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ ചർച്ചകൾ എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നും കേന്ദ്ര സർക്കാർ ആ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കണം എന്നുള്ളതുമാണ് ഈ കാര്യത്തിൽ കർഷകർ പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ കാർഷിക വിളകൾക്കുള്ള മിനിമം താങ്ങുവില അടക്കമുള്ള ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ചർച്ചയ്ക്കുള്ള കളം ഒരുങ്ങുന്നുണ്ട്. അത് ഒരു സമവായത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.